രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ എപ്പോഴോ രാജിവെക്കേണ്ടതാണ്. രാജി പോലും വെക്കാതെ MLA ആയിട്ട് തുടരുന്ന ഒരു വ്യക്തിയെ പാലക്കാടുള്ള ജനങ്ങൾ ഇപ്പോഴും ചേർത്ത് പിടിക്കുകയും ഇന്നലെയൊക്കെ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് സ്ത്രീകളെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം എന്താണ് ഇങ്ങനെയെന്ന് ആലോചിച്ചു പോയിട്ടുണ്ട്. കേരളത്തിലെ സ്ത്രീകൾക്ക് എന്താ പറയുക, ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം, ഇപ്പോൾ മെന്റൽ ട്രോമയിൽ അകപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ഇരകൾക്ക് ഒരു ധൈര്യം ഉണ്ടാകാനുള്ള ഒരു നടപടിയായിട്ട് ഇതിനെ കാണുന്നു. ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ എല്ലാ കാലത്തും സ്ത്രീകൾ, ഇരകളാകപ്പെട്ട സ്ത്രീകൾ അനുഭവിച്ച മെന്റൽ ട്രോമയുണ്ട്. അവർ അനുഭവിക്കുന്ന ഒരു സമാധാനത്തിനൊപ്പമാണ് ഞാൻ. ഇപ്പോഴും MLA ആണ്, പക്ഷെ രാഹുൽ ഇപ്പോഴും MLA ആണ്. ജയിലിൽ പോകുമ്പോഴും കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ചത് MLA തന്നെയാണ്. രാജിവെക്കാൻ തയ്യാറായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ എപ്പോഴോ രാജിവെക്കേണ്ടതാണ്. രാജി പോലും വെക്കാതെ MLA ആയിട്ട് തുടരുന്ന ഒരു വ്യക്തിയെ പാലക്കാടുള്ള ജനങ്ങൾ ഇപ്പോഴും ചേർത്ത് പിടിക്കുകയും ഇന്നലെയൊക്കെ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് സ്ത്രീകളെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം എന്താണ് ഇങ്ങനെയെന്ന് ആലോചിച്ചു പോയിട്ടുണ്ട്. അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ അയാൾ ഇതിന് മുമ്പേ രാജിവെക്കേണ്ടതായിരുന്നു. ഇതുവരെ രാജിവെക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തികളും നമുക്കറിയാലോ, അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ഒരു വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്ക് പോലും ഇങ്ങനെ ആവരുത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വ്യക്തിത്വം കൂടിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നത്. എന്നിട്ടും മുതിർന്ന നേതാവ് ഉൾപ്പെടെ കഴിഞ്ഞ ആഴ്ച പോലും രാഹുലിനെ വീണ്ടും സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? അവരെന്ത് സന്ദേശമാണ് കോൺഗ്രസിലെ സ്ത്രീകൾ കൂടി നൽകുന്നത്? അവരെങ്ങനെയാണ് കോൺഗ്രസ് സ്ത്രീകളെ പരിഗണിക്കുന്നത്? അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് ഇനിയും അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കുമെന്ന ഒരു വിചാരം എനിക്കില്ല. പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കോൺഗ്രസിനകത്ത് ഇനി ഒരു സീറ്റ് കൊടുക്കുന്നത്? ഏതെങ്കിലും നേതാക്കൾ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ്, അതൊരു പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഇരകളുണ്ട്, ഭയന്ന് പുറത്തു വരാതിരിക്കുന്ന ഇനി ഇരകളുണ്ടെന്ന് പറയുന്നു. അവർക്കൊരു ധൈര്യമാകും ഇപ്പോഴത്തെ കേസ് കൂടി ആകുമ്പോൾ? തീർച്ചയായിട്ടും ഇനിയും പുറത്തു വരാനുള്ള ഇരകൾ ഒരുപാടുണ്ട് എന്ന് വ്യക്തമായി അറിയാം. അവരൊക്കെ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെയുള്ള സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, സാഹിത്യ മേഖല, സിനിമാ മേഖല അടക്കമുള്ള ഇടങ്ങളിൽ ഇതുപോലെ വേട്ടക്കാരന്മാർ നിൽക്കുമ്പോൾ സ്ത്രീകൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്ത് പീഡനം ചെയ്ത് മുന്നോട്ട് പോകുന്ന വേട്ടക്കാരന്മാരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നത് അവർക്ക് മാത്രമുള്ള നീതിയല്ല. ഇനി മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക്, ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി സുരക്ഷിതത്വമായി മുന്നോട്ട് പോകാനുള്ള ഒരു അടയാളപ്പെടുത്തൽ കൂടി ഇരകൾ കാണിക്കേണ്ടതുണ്ട്. മുന്നോട്ട് ധൈര്യമായിട്ട് വരിക. ഇവിടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ബുള്ളിയിങ് അല്ല, അല്ലാതെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് വരണം തന്നെയാണ് ഇരകളായിട്ടുള്ള സ്ത്രീകളോട് ഇനിയും പറയാനുള്ളത്.